اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي أولا بالتقوى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم والذين كفروا فتعسا لهم وضل أعمالهم ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليهم وللكافرين أمثالها ذلك بأن الله مولى الذين آمنوا وأن الكافرين لا مولى لهم إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مثوى لهم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നമ്മളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ പ്രപഞ്ചമോ മനുഷ്യനോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലം കഴിഞ്ഞുപോയിട്ടുണ്ട്. മനുഷ്യ മനസ്സിനത് സങ്കല്പാതീതമാണ്. നമ്മൾ ഉണ്ടാവാതിരുന്ന ഒരു കാലത്തെ ചിന്തിക്കാൻ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ മുന്നിൽ കുറേ ആളുകൾ ഉള്ളതുകൊണ്ട്, നമ്മുടെ പിന്നിൽ കുറേ ആളുകൾ ഇവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് നമ്മുടെ ചെറുപ്പത്തെക്കുറിച്ച് അതുപോലെ ഉള്ള സംഗതികളെക്കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ ആലോചിച്ചു നോക്കാം. പക്ഷെ ഗർഭാശയത്തിൽ നമ്മൾ കഴിയുമ്പോൾ അവിടെ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പുറത്തു നിന്ന് ചിന്തിച്ചാൽ എത്ര ചിന്തിച്ചാലും നമുക്കത് എത്തിപിടിയും കിട്ടില്ല നോക്കാം. ഈ ചിന്ത ഇങ്ങനെ പിന്നിലോട്ട് കൊണ്ടുപോയി ആദ്യം ചെയ്യും. അതിൽ നിന്നും പിന്നിലോട്ട് കൊണ്ടുപോയി ഭൂമിയുടെ ആവിർഭാവവും അത് പിന്നിലോട്ട് കൊണ്ടുപോയി പ്രപഞ്ചത്തിൻ്റെ തുടക്കവും ഒക്കെ അയച്ചാൽ മനുഷ്യനൊരു എത്തിപിടി ഉണ്ടാവില്ല. സ്ഥലവും കാലവും ഇല്ലാത്ത, അതായത് സൃഷ്ടിയായ കാലവും സ്ഥലവും ഇല്ലാത്ത ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥ. അത്തരം ഒരവസ്ഥയെക്കുറിച്ച് ദുനിയാവിലെ മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആ ഒരവസ്ഥ ഒന്ന് ഓർത്തു നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒന്ന് ഉപദേശിക്കുന്നു. വളരെ അത്ഭുതകരമാണ്, നമുക്ക് പിടികിട്ടാത്ത കാര്യം, മനസ്സിലാവാത്ത ഒരു കാര്യം. പക്ഷെ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുണ്ടായി. അത് വളരെ ലളിതമായി നമ്മുടെ തന്നെ ജീവിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഒരു പ്രസ്താവയോഗ്യമല്ലാതെ വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാലത്ത് നിങ്ങൾ ഇപ്പോൾ വയസ്സന്മാരായ ആളുകൾ ഒരു കാലത്ത് യുവാക്കളായിരുന്നു, അവർ മുമ്പൊരു കാലത്ത് ശിശുക്കളായിരുന്നു, അതിനു മുമ്പ് അവർ ഗർഭാശയങ്ങളിലായിരുന്നു, അതിനു മുമ്പ് അവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും നട്ടലുകളിലായിരുന്നു, അതിനു മുമ്പ് അവരെവിടെയായിരുന്നു. ഇങ്ങനെ നോക്കിയാൽ മനുഷ്യൻ ഏതോ തരത്തിലാണ് വളർന്നു വലുതായി ഇന്ന് തനിക്ക് താൻ പോകുന്നവനാണ് എന്നുള്ള നിലയിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദുനിയാവിൽ പലതരം ആളുകൾ ജീവിക്കുന്നുണ്ട്. വലിയ സ്ഥാനങ്ങളുള്ള ആളുകൾ, പദവികളുള്ള ആളുകൾ, പണമുള്ള ആളുകൾ. ഈ മനുഷ്യന്മാർ യഥാർത്ഥ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്തത് കൊണ്ട് ഇവിടെ നിലനിൽക്കാനുള്ള തത്രപ്പാടിൽ അമിതമായ ആർത്തിയിലാണ് ജീവിക്കുന്നത്. ആർത്തി ഉണ്ടാകുമ്പോൾ ആർത്തി യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിന്റെ ഒരു താല്പര്യമാണ്. ആവശ്യവും ആർത്തിയും ആവശ്യം അനിവാര്യമാണ്. എന്നുള്ളത് മനുഷ്യന് ആവശ്യമാണ്, ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ. പക്ഷെ ഭക്ഷണത്തോട് ഭയങ്കരമായ ആർത്തി ഉണ്ടാവാറ്. അപ്പൊ വിശപ്പിന്റെ അപ്പുറം, ആവശ്യത്തിന്റെ അപ്പുറം വരും ആർത്തി.
അപ്പൊ ഇവിടെ ആർത്തി വരുമ്പോഴാണ് മത്സരം വരുന്നത്. കിട്ടാതെ വരുമ്പോൾ അസൂയ വരും. അസൂയ ഉണ്ടായാൽ വിദ്വേഷം ഉണ്ടാവും. വിദ്വേഷം വൈരാഗ്യമാകും. അത് വഴക്കും വക്കാണവും കലാപമാവും. അത് ക്രമസമാധാന നിലയുടെ തകർച്ചയാവും. രാജ്യങ്ങളുടെ യുദ്ധമാവും. ആയുധങ്ങളുടെ കച്ചവടമാവും. അതുപോലെ ഉണ്ടാക്കാനുള്ള കള്ളപ്പതിക്കാനുള്ള കോടാനക്കോടികളുമായി മനുഷ്യന്റെ ആസ്തിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ആധുനിക പല ടിവിയിൽ റേഡിയോയിൽ മനസ്സിലാക്കുന്നത്. ഓരോ തരത്തിലും വളരെ ലളിതമായ അപ്പൊ അതിന് ഇന്നതിനകത്ത് ഉപയോഗിച്ചാൽ അതിന് വളർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പലതരം ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്. ഈ അഡ്വർടൈസ്മെന്റ് ഷൂട്ട് ചെയ്യണതിന് ചിലപ്പോൾ 50,000 രൂപ ആവശ്യമുണ്ടാവും. പക്ഷെ അഡ്വർടൈസ്മെന്റ് വഴി അടിച്ചെടുക്കുന്ന കച്ചവടം കോടികളുടേതായി. അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ 2-3 ലക്ഷം രൂപ പത്രങ്ങൾക്കോ അത് തന്നെ ഇലക്ട്രോണിക് വഴിയൊക്കെ കൊടുക്കണം. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു ആർത്തിയെ പ്രോത്സാഹിപ്പിച്ച് കമേഴ്സ്യലൈസ് കച്ചവടവൽക്കരിക്കുകയാണ്. ഇതുപോലെ തന്നെ മനുഷ്യന് ഒരുപാട് സംഗതികൾ, ആവശ്യമില്ലാത്ത സംഗതികൾ പെരുപ്പിച്ചിട്ട് അതിൽ സുഖവും അനുഭൂതി ഉണ്ടാകുമെന്ന് പഠിപ്പിച്ച് അതിന് ഒരു വ്യാജമായ ബോധവൽക്കരണം നടത്തി അതിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു രീതി ആധുനിക ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കുഴപ്പങ്ങളും ദേശങ്ങളും ഉണ്ടാക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അവൻ എങ്ങനെയാണ് വളർന്നു വന്നത്, അവൻ ഏത് കോലത്തിലാണ് വളർന്നു വന്നത്, അവന്റെ ജീവിതം എന്താണ്, ഇങ്ങനെയൊക്കെ വലിയ ആളായി വലിയ ബുദ്ധിശാലിയായി വലിയ മിടുക്കനായി പണമുണ്ടാക്കുന്ന ജനങ്ങളെ നടത്താൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യനെ അല്ലാത്ത നീ ഇപ്പൊ വലിയ കമ്പനിയുടെ അല്ലെങ്കിൽ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയുടെ സ്ഥാപകനാണ്, ലോകത്തിലെ ഏറ്റവും ലോകത്തിന്റെ എക്കണോമിയെ വല്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ നിന്റെ കമ്പനിക്ക് സാധിക്കും, നീ എല്ലാത്തിനും ശക്തിമാനാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഉന്നതമായ രാഷ്ട്രത്തിന്റെ നായകനാണ്, ഞാൻ പറയുന്നതിനനുസരിച്ച് ഞങ്ങളെ നാട് പറയുന്നതനുസരിച്ച് ലോകത്തിലെ രാജ്യങ്ങളും ആളുകൾ ജീവിച്ചോളാം എന്ന് പറയാൻ കല്യാണം കാണിക്കുന്ന അഹന്ത കാണിക്കുന്ന മനുഷ്യന്മാർ ലോകത്തുണ്ട്. അത് വലുതാണെങ്കിൽ ചെറുത് താഴേക്കരയിലുള്ള ആളുകൾ എല്ലാവരും ഞാനാണ് ഈ അങ്ങാടിയുടെ പാരമ്പര്യമുള്ള മീൻ കച്ചവടക്കാരൻ, നീ എന്തിനാണ് ഇവിടെ കച്ചവടം ഞാൻ വന്നതെന്ന് പറഞ്ഞ് പുതിയ കച്ചവടക്കാരനെ പാലിപ്പിക്കുന്ന പഴയ കച്ചവടക്കാരന്റെ മനോഭാവം. അത് ഈ കമ്പോളത്തിന്റെ അതിനെ മൊത്തത്തിൽ സ്വന്തവൽക്കരിക്കുകയാണ്. എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ്, എല്ലാ തരത്തിലുള്ളതാണ്. അത് പ്രിന്റ് മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിലും പൊളിറ്റിക്കൽ പാർട്ടിയിലും രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ മേഖലകളും മനുഷ്യനാണ് പ്രവർത്തിക്കുന്നത് എന്നുകൊണ്ട് ഈ താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി നാട്ടുമായി പലതും പഠിച്ചു വെച്ചിട്ടുള്ള വലിയ ആളാണുള്ള മനുഷ്യന്മാരെ നമ്മളൊന്ന് ചിന്തിച്ചോളാം. ഇന്ന് വലിയ ആളായി ചമയുന്ന നീ ഒരു പ്രസ്താവയോഗ്യമേ ആയിരുന്നില്ലാത്ത ഒരു കാലം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? വളരെ നിസ്സാരമായ മനുഷ്യരുടെ സുഖത്തിന് സമ്മേളനം കാണുന്നത്, എന്നിട്ട് യാതൊരു തരത്തിലുള്ള കഴിവില്ലാതെ നിസ്സഹായായി അവിടെ ഗർഭാശയത്തിൽ കെട്ടിത്തൂങ്ങി ഒട്ടിപ്പിടിച്ച് കിടന്ന് വളർന്നു വലുതായി നാം വളർത്തി വലുതാക്കി പുറത്തു കൊണ്ടുവന്നു. അവിടെ വന്നിട്ട് നിനക്ക് മറ്റ് ജന്തുക്കളെ പോലെ സ്വയം പാല് പിടിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ ഒന്നും കഴിഞ്ഞില്ല. മനുഷ്യക്കുഞ്ഞിന് മാത്രം കാണാൻ കഴിവില്ലാത്തത്, അതായത് എടുത്തോളി പാല് കൊടുത്തില്ല. മറ്റെല്ലാത്തിനും ചെയ്തുകൊണ്ടുള്ളതാണ്. മനുഷ്യക്കുഞ്ഞ് അതിന് പരസഹായം അനിവാര്യമാണ് എന്നുള്ളതാണ്. പരസഹായം ഇല്ലെങ്കിലും മറ്റെല്ലാ ജന്തുക്കളുടെയും കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതാണ് ശാസ്ത്ര പഠനങ്ങൾ. അപ്പൊ പരസഹായം വേണം. എന്നിട്ട് ആ പരസഹായത്തോടെ വളർന്ന് നിനക്ക് സ്ഥാനവും മാനവും നീക്ക് വലിയ ആളായ വർത്തനം പറയുമല്ലോ. ഈ ഒരു കഴിഞ്ഞതിന് ശേഷം പൂർവ്വത്തിലുള്ള നിന്റെ ഈ ശക്തിക്ക് ശേഷം ഞാൻ എന്നെ വീക്കായിട്ട്, അതായത് നിന്നെ വളരെ ശോഷിച്ചതായിട്ട് കഴിവുകെട്ടതായി മാറ്റും എന്നൊരാൾക്കാർക്ക്. ഇങ്ങനെ നിന്നെ വളരെ വളരെ പ്രസ്താവയോഗ്യമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയത് ഒരു ചെറിയ സംഗതിയല്ല, വലിയൊരു ഉദ്ദേശം മുൻനിർത്തിയാണ് എന്നുള്ള അവസ്ഥയാണ് പറയാം.
ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. കൂടിച്ചേർന്നതിന് രണ്ട് തരം വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഈ സെമിനൽ തന്നെ വരുന്ന സ്പേം ബില്യൺ കണക്കിലുണ്ടെന്നുള്ളതാണ്. ബില്യൺ കണക്കിന് സ്പേം. അതിന് ഒന്ന് മാത്രമേ എഗ്ഗുമായിട്ട് കൂട്ടിച്ചേരുന്നു. അപ്പൊ എഗ്ഗുമായി കൂട്ടിച്ചേരുന്ന ആ കൂടിച്ചേരലുകളെ അല്ല, മുമ്പൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ശുക്ലം ആ സമയം അങ്ങനെ തന്നെയാണ് പോയി യോജിക്കുന്നത്. പിന്നീടാണ് ഇതിന്റെ അകത്ത് പല സാധനങ്ങളുണ്ട്, സ്പേം എന്ന് പറയുന്നത് ബില്യൺ കണക്കിനുണ്ട് എന്നൊക്കെ ശാസ്ത്രം പിന്നീടാണ് കണ്ടുപിടിച്ചത്. പക്ഷെ ഒരുപാട് എണ്ണമുള്ള, ഒരുപാട് കൂടിച്ചേർന്ന് നിലനിൽക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചുണ്ടാക്കി. നിനക്ക് നാം കേൾവിയും കാഴ്ചയും തന്നു. നമുക്കറിയാം, നമുക്കൊരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിക്ക് കാഴ്ചയില്ലെങ്കിൽ നമ്മളൊരു ബേജാറുണ്ടായിരിക്കും. സ്വന്തം മക്കൾക്കോ പേരക്കുട്ടികൾക്കോ കാഴ്ചയില്ലെങ്കിൽ ലോകത്തിലേത് സൂപ്പർ സ്പെഷ്യലിസ്റ്റുകൾ അടുത്ത് കൊണ്ടുപോകാൻ നാം തയ്യാറായിരിക്കുന്നതാണ്. എവിടെ പോയാലും കാഴ്ച എന്തായാലും നമ്മുടെ സ്ത്രീകൾ. നമ്മുടെ മുന്നിൽ ഒരുപാട് അന്ധന്മാർ, കണ്ണു കാണാത്ത മനുഷ്യന്മാർ നടക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മനോഗതി എന്നുള്ളതാണ്. ഒരു ചെവി കേൾക്കാൻ വയ്യാങ്കിൽ ചെറിയ കുട്ടി, വളരെ നല്ല ഓമനത്തുള്ള കുട്ടി, മകളെ നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് നല്ല ഉയർന്ന കുടുംബത്തിൽ നല്ല ഭർത്താവ്, നല്ല സാഹചര്യം പ്രസവിച്ചു എന്നൊക്കെ കുട്ടിക്ക് ചെവിയെല്ലാം വയ്യാണ്. എന്താണ് ആലോചിക്കുക? അവരുടെ സ്വത്ത് മുഴുവനും കുട്ടിയുടെ ചെവിക്ക് വേണ്ടി അവൻ ഉപയോഗിക്കാൻ പറയാം. അല്ലാഹു തആല നാമാണ് നിനക്ക് കേൾവിയും കാഴ്ചയും ഒക്കെ തന്നത്. മനുഷ്യനൊഴിച്ച് പറയാ, നിനക്ക് കേൾവിയും കാഴ്ചയും ഒക്കെ തന്നു. എന്നിട്ടോ എങ്ങോട്ട് പോകണം? നിനക്കൊരു വഴിയും കാണിച്ചു തരുന്നുണ്ട്. എന്നും നന്ദി കാണിച്ചുകൊണ്ട്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനും, അല്ല നിഷേധിച്ച് നന്ദികേട് കാണിച്ച് നശിക്കാനും രക്തസന്നദ്ധതയുള്ള മനസ്സാണ് ഇതിനെല്ലാം വഴിയും കാണിച്ചത്. അതായത് വഴി കാണിക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു, ഈ വക എല്ലാവിധ സംവിധാനങ്ങളും കൊടുത്തു. അവന് മറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ വായിൽ വെച്ച് കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, തടി മുതൽ ബാക്കിയുള്ള എല്ലാം അവനുള്ള വിഭവങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞത്, ഇതൊക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ, നിന്റെ തടി നിന്റേതാണ്, നിന്റേതാണ്, നിന്റെ ചെവി നിന്റേതാണ്, നിന്റെ മൂക്ക് നിന്റേതാണ്, നിന്റെ വാസം നിന്റേതാണ്, നിന്റെ ഉമ്മ നിന്റേതാണ്, നിന്റെ കണ്ണിൽ നിന്റേതാണ്. ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല, നീയും ഉണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്, നാം ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. നീ നിന്റേതെന്ന് വിചാരിക്കുന്ന എല്ലാം നൽകിയത് നാമാണ്. അതുകൊണ്ട് നീ എന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഒരു പ്രവാചകൻ പോലും സാധ്യമല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും പ്രവാചകൻ ഒഴിഞ്ഞു പോകുമായിരുന്നെങ്കിൽ ഇവിടെ ദുനിയാവിൽ എല്ലാ കാലവും ജീവിക്കാൻ ഏതെങ്കിലും ഒരു പ്രവാചകൻ അനുവാദം കിട്ടുമായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അല്ലെങ്കിൽ രക്ഷിതാവിലേക്ക് മടങ്ങി പോകാം. അത് തിരുവനന്തപുരം നിനക്ക് അനുവാദം നൽകും. അസറായേലും അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെയാണ്. അനുവാദം വാങ്ങിയിട്ട് റോട്ട പിടിക്കണമെന്ന് മനുഷ്യ ചരിത്രത്തിൽ അള്ളാഹു എന്നോട് പറഞ്ഞ ഒരേ ഒരു സൃഷ്ടിയുള്ളൂ, അത് നീയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടാണ് റോഡ് പിടിച്ചത്. മനുഷ്യ ചരിത്രത്തിൽ അതിനു മുമ്പ് ആരുടെയും റോഡ് പിടിക്കാൻ അനുവാദം വാങ്ങാൻ അള്ളാഹു അസറായേലിനോട് പറഞ്ഞില്ല, ഇനിയൊന്നും പറയുകയുമില്ല. അപ്പൊ ജിബ്രീലിനോട് പറഞ്ഞപ്പോ, അസ്രായേലിനോട് പറഞ്ഞപ്പോ, അസ്രായേലിനൊക്കെ പറഞ്ഞപ്പോ അത്യുന്നതത്തിന് നിസ്സത്തോടൊപ്പം പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. കാരണം ആ പ്രവാചകൻ അറിയാം, ഈ ദുനിയാവിനേക്കാൾ എത്രയോ മഹോന്നതമാണ് മഹത്തായ നിത്യമായ സ്വർഗം എന്നുള്ളത്. അത് നമ്മുടെ മുന്നിലുള്ളൊരു മാതൃകയാണെന്നുള്ളതാണ്. അതായത് ഒരു കാലം കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പോയേ പറ്റൂ, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. തലമുറകളായി ഇവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ ഞാൻ മുമ്പൊക്കെ സൂചിപ്പിക്കേണ്ട, അടിച്ചു കൊല്ലേണ്ടി വരും, ഇന്ന് ജീവിച്ചു തേണ്ടി വരില്ലേ, 20 വർഷം കൊടുക്കേണ്ടി വരും. 3-4 തലമുറ കഴിഞ്ഞാൽ വലിയ
സമ്മതിക്കില്ല, അങ്ങനെ സമ്മതിക്കില്ല, അതിന് കുറ്റം ഇതിന് കുറ്റം, ജീവിക്കാൻ തന്നെ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരവസ്ഥ ഇപ്പം തന്നെ ഉണ്ട്. അല്ല വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ കുത്തിയിരിക്കുകയാണെങ്കിൽ പുതിയ തലമുറ ചെയ്ത പലതും പഴയ ആൾക്കാർക്ക് പിടിക്കൂല എന്നുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ ഈ ഡീകണ്ടീഷൻ ചെയ്യാൻ പറ്റില്ല മനുഷ്യൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കനുസരിച്ച് നമുക്കൊട്ട് ജീവിക്കാനും പറ്റില്ല. അപ്പോ ആ രീതിയിൽ ഇവിടെ ഭയങ്കരമായ കലാപുണ്ടാവും. അപ്പൊ റഹ്മത്തായിട്ട് മരണം ഒരു അനുഗ്രഹമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. പോകുമ്പോൾ അനുഗ്രഹമായിട്ട് തന്നെ പോകണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ജീവൻ തന്നത്, അള്ളാഹുവാണ് ശരീരം തന്നത്, അള്ളാഹുവാണ് പ്രൊഫഷൻ തന്നത്. അതായത് ഇതിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു എന്ന യാഥാർത്ഥ്യം അത് വിശ്വസിച്ചാൽ മാത്രമേ മാർഗദർശനം നൽകുന്നതാണ്. അടിസ്ഥാനപരമായ ജ്ഞാനവും വിശ്വാസവും മനുഷ്യ മനസ്സിൽ ഉത്ഭൂതമാക്കപ്പെട്ടുകൊണ്ടാണ് മനസ്സ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിന്റെ പ്രകൃതത്തിലുള്ള ഫിത്ര, ഈമാൻ ഫിത്രയാണ്. പ്രകൃതം അങ്ങനെയാണ്. അതായത് മനസ്സ് ശൂന്യമല്ല, മനസ്സ് ജ്ഞാനത്തോടുകൂടിയതാണ്. ആ ജ്ഞാനത്തിൽ വിശ്വാസമുണ്ട്. അപ്പൊ ആ ജ്ഞാനത്തിന്റെ പിൻബലമുള്ള വിശ്വാസം പ്രായോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് ദൃഢബോധ്യമാക്കണം. എന്താണ്? സത്യം അല്ലാഹുവാണ്, സർവ്വ കഴിവും അല്ലാഹുവാണ്. അന്നൽ ഖുവ്വത്തലില്ല ചെയ്യാൻ എല്ലാം അള്ള തന്ന തന്നെയാണ്. അള്ള തരാത്തത് യാതൊന്നുമില്ല. ആകാശത്തുനിന്ന് മഴ പെയ്യുന്ന അള്ളാഹുവാണ്, സൂര്യ വെളിച്ചം നൽകുന്ന അള്ളാഹുവാണ്, ശാന്തമായി ജീവിക്കാൻ കഴിവ് നൽകുന്നത് അള്ളാഹുവാണ്. സകലം അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും ഒക്കെയുള്ള ക്യാപിറ്റൽ പ്രൊവിഷനാണ്, അല്ലെങ്കിൽ തൊഴിൽ ശക്തിയാണ്. തൊഴിലാളികളുടെ തൊഴിൽ ചെയ്യാനുള്ള ശക്തിയാണ് ഭൗതിക വിഭവങ്ങളായിട്ട് കാണുന്നത്. ഇവിടെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ കാണുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനോട് ഇത് ദൈവജ്ഞാനമാണ് എന്റെ മൂലധനം, അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് എന്റെ ക്യാപിറ്റൽ എന്നുള്ളതാണ്. അതായത് ഈ അള്ളയാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകുന്നത്, അള്ളാഹുവിന് എല്ലാ കഴിവുണ്ട്. അപ്പൊ നമ്മൾ ദ്വാരക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനം ഇല്ലെങ്കിൽ ദ്വാരക്കാൻ പറ്റില്ല, ആത്മാർത്ഥം ദ്വാരക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിനോട് കാര്യം ചെയ്യും, പടച്ചതമ്പുരാനെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അതെനിക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല, മറ്റൊരാളോട് പറഞ്ഞിട്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല, അത് വ്യക്തമായി അറിയുന്നവൻ നീയാണ്, ഉത്തമമായി നീ പരിഹരിക്കണം എന്ന് പറയണമെങ്കിൽ ഇത് വ്യക്തമായി അള്ളാഹുവിനെ അറിയുമെന്ന ദൃഢമായ ബോധ്യം നമുക്ക് വേണം. അള്ളാഹുവിന് സകലതും അറിയും എന്നറിയുന്നവന് മാത്രമേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു നീതി പാലിക്കുമെന്ന് അറിയുന്നതിനാൽ മാത്രമേ നീതി പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു അക്രമം ചെയ്യൂല, അനീതി ചെയ്യൂല. അള്ളാഹു വളരെ നീതിമാനായിരിക്കും, കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്. പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഏത് ആകാശം മുതൽ ഭൂമി വരെ തെറ്റ് ചെയ്ത് അള്ളാഹുവിനടുത്ത് വന്നാലും അടിമയെ നീ ഭയക്കേണ്ടതില്ല, ഞാൻ നിനക്ക് പുറത്തേതാണ്, നീ എന്നെ അംഗീകരിച്ചല്ലോ എന്നുള്ളതാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുക എന്നതാണ് രക്ഷിതാവായി, അത് നാഥനായി, സൃഷ്ടാവായി, സംരക്ഷകനായി, ഏക ആശ്രയമായി എപ്പോഴും കാണുകയും കേൾക്കുകയും എവിടെ പോയാലും കൂടെ ഉണ്ടാവുകയും ചെയ്യുന്നവനായി അള്ളാഹുവിനെ അംഗീകരിക്കുക എന്നതാണ്. ഇതുപോലെ ഇതാണ് തഖ്വ എന്നുള്ളത്. എപ്പോഴും അള്ളാഹുവിനെ മുന്നിൽ കാണാൻ കഴിയാൻ അള്ളാഹ് പറഞ്ഞില്ലേ, അങ്ങനെ മഴക്കുമായി നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പമുള്ളത്. അള്ളാഹുവിന്റെ കൂട്ടുകാരനായി, അള്ളാഹുവിനൊരു കൂട്ടുകാരനായി യാത്രയിൽ പോകുമ്പോൾ അല്ലാഹുമ്മ അൻത സാഹിബുൻ ഫീ സദരി വ ഖലീഫത്തുൻ ഫീ അഹ്ലി എന്ന് പ്രാർത്ഥിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണ്, വീട്ടിൽ പല കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. അപ്പോ ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യ മക്കൾക്ക് അങ്ങാടിയിൽ ഇറങ്ങി സാധനം വാങ്ങാൻ പറ്റില്ല. അതുപോലെ പാറ്റ പാഞ്ഞു പോയാൽ വിളിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത്. അവിടെ എന്തെങ്കിലും ഉണ്ടായാൽ സഹായിക്കാനാവില്ല. അതുകൊണ്ട് നീ പോകുമ്പോ പറയണം, യാത്രയിൽ എന്റെ കൂട്ടുകാരൻ നീയാണ്, വീട്ടിൽ എന്റെ പ്രതി നീയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അവരുടെ മനസ്സിലായിട്ട് അവിടെ ആളുകളുടെ മനസ്സിൽ സജീവത്തോടെ നമ്മൾ തിരിച്ചെത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല, വേദനകൾ ഉണ്ടാക്കില്ല. ഇത് ഒരു ഗൈബിയായ വിശ്വാസത്തിന് ഗൈബിയായ ഹെൽപ്പാണ് എന്നുള്ളതാണ്. അതായത് അദൃശ്യമായ വിശ്വാസം വഴി അദൃശ്യമായി കിട്ടുന്നത്. അപ്പൊ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ദൃഢമായ ഒരു ബോധ്യമായിരിക്കണം. എന്ത് ചെയ്യണമെങ്കിലും ട്രെയിൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അല്ലെങ്കിൽ എന്ന് പറയാം, മഹാപരിശുദ്ധൻ ഇതെനിക്ക് കീഴ്പ്പെടുത്തിയത്. കാരണം ഇതിന്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്ത് എന്റെ ഓഫീസിലേക്ക് എത്താൻ എനിക്ക് സാധ്യമാവില്ല നാക്കാം എന്നത് ഞാൻ അംഗീകരിച്ച് പറയുന്നു.
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനാണ് അതിന് ഒന്നാമത്തെ സാക്ഷി, അതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതെന്നെ പഠിപ്പിച്ചത് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതിന്റെ മഹാനായ പ്രവാചകനാണ് എന്നതാണ് ആ തശഹുദിന്റെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഓരോ ചുവടുവെപ്പിലും ഈ സാക്ഷ്യപ്പെടുത്തൽ സത്യവിശ്വാസികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കണം. അതാണ് ശുക്ർ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങനെ സഹായിക്കണമെന്നാണ്. സഹായികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് നമ്മുടെ ആരുടെയെങ്കിലും സഹായം ആവശ്യമുള്ളതുകൊണ്ട് അല്ല എന്നുള്ളതാണ്. പടച്ചവനെ പോലുള്ള ഇത്രയും വലിയൊരു മഹൽ വ്യക്തിത്വത്തെ നമ്മുടെ ഈ ഭൂമിയിലെ ചെറിയ വീട്ടിലുള്ള ഹരീകയും നമ്മളെപ്പോലെ വണ്ടിയിലൊരു സാഹിബായി വന്നതായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശാലമായ തലങ്ങളിലുള്ളതാണ്. മനുഷ്യ മനസ്സിലാണ് അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നത്. മനുഷ്യ മനസ്സ്, സത്യവിശ്വാസികളുടെ മനസ്സ് അള്ളാഹുവിന്റെ അർശ് പോലെ പ്രവിശാലമാണെന്നാണ്. അതായത് അള്ളാഹുവിനെ ഇങ്ങോട്ട് ചുരുക്കിക്കൊണ്ടുവരികയല്ല ചെയ്യുന്നത്, അള്ളാഹുവിന്റെ അർശിനോളം മനുഷ്യൻ ഉയർന്നു പോവുകയാണ്. ഭൂമിയിൽ കരന്തൂങ്ങാതെ ഭൂമിയിലെ ആർത്തികളിലും ഭൂമിയിലെ മോശമായ സംഗതികളിലും താൽക്കാലിക സുഖഭോഗങ്ങളിലും താൽക്കാലിക പൊങ്ങറ്റങ്ങളിലും ഒന്നും കൂടാതെ ആകാശ ലോകങ്ങളിലേക്ക് ചിറകടിച്ച് പറന്നുയർന്ന് അർശിലേക്ക് എത്തി അള്ളാഹുവിന്റെ അർശുമായി ബന്ധിച്ച് മനസ്സ് പ്രവിശാലമാകുന്നവന്റെ മനസ്സ്, ആ മനസ്സിൽ നിന്ന് കരുണയാണ് ഒഴുകുക, സ്നേഹമാണ് ഒഴുകുക, പരസ്പര ബന്ധവും പരസ്പര സഹകരണവുമാണ് ഒഴുകുക. ആ നിലവാരത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്ന് ഓരോ സത്യവിശ്വാസിയും ഓരോ നിമിഷവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള. അതാണ് തഖ്വയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ റിവ്യൂ ആണത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ആഖിറത്തിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞ സംഗതിയല്ല. ഇങ്ങനെ അള്ളാഹുവാണ് എന്റെ എല്ലാം എന്ന് പറയും. എന്നിട്ട് ഓരോ സംഗതിക്കും സഹായം അള്ളാഹുവിനോട് തന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് എനിക്കിതിൽ അവകാശവാദങ്ങളില്ല, ഓണർഷിപ്പില്ല, അതുകൊണ്ട് തന്നെ പൊങ്ങച്ചങ്ങളില്ല, അതുകൊണ്ട് തന്നെ അഹങ്കാരങ്ങളില്ല, അതുകൊണ്ട് തന്നെ നാട്യങ്ങളില്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട പ്രശ്നവും തന്നെ ഇത് ഉദിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ മനുഷ്യ മനസ്സിന്റെ ഈഗോ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഒരു അഹംകാരമോ ഒരു അഹംബോധമോ എന്തോ അങ്ങനെയുള്ള ചില സംഗതികൾ പിശാച് നമ്മുടെ മനസ്സിലിടയ്ക്ക് കുത്തിവെക്കാറുണ്ട്. ഇത് ഇല്ലാതായി പോകണം, അരിഞ്ഞില്ലാതായി പോകണം. അള്ളാഹുവിന്റെ ജ്ഞാനത്തിലും വിശ്വാസത്തിലും ദൃഢബോധ്യത്തിലുമായി കഴുകി കളയാനാണ് നിസ്കാരത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുള്ള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച തോറും ഇതിങ്ങനെ വന്നിട്ട് എല്ലാവരുടെ കൂടി ഇരുന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യണം, പറയണം, മനസ്സിലാക്കണം. എന്നിട്ട് മറന്നുപോയവരത് കേൾക്കണം, കേട്ടിട്ട് ഓർക്കണം. അടുത്ത വെള്ളിയാഴ്ച വരെ അവരുടെ മനസ്സിൽ പ്രവർത്തിച്ചിരിക്കണം എന്നതുകൊണ്ടാണ് വെള്ളിയാഴ്ച തപ്പുകൊണ്ട് വസീയത്ത് ചെയ്യാൻ നിർബന്ധപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിട്ടുപോയി കഴിഞ്ഞാൽ അക്രമം കഴിച്ചാൽ, അലംഭാവം കൊണ്ടാൽ, ഓണർഷിപ്പ് അള്ളാഹുവിനെ അംഗീകരിച്ച് കൊടുക്കാതിരുന്നാൽ അള്ളാഹുവിനെ നമ്മൾ വഴികളിലാവേണ്ടതില്ല. വിശ്വസിക്കാതിരുന്നാൽ മാത്രം മതി, വഴികളിലായി പോകുന്നതാണ്. ഒരു അനാവശ്യമായ പ്രവർത്തനം ചെയ്യാതിരുന്നാലും പ്രവർത്തി നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നമ്മുടെ സൽക്കർമ്മങ്ങളായി ദുനിയാവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊളിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവിനെ സഹായിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ആ ഉന്നതമായ സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങി എന്റെ കാൽപാതകളെ നീ ഉറപ്പിച്ചു നിർത്തണേ. അങ്ങനെ അള്ളാഹുവിനെ സഹായിക്കാറുണ്ട്. അള്ളാഹുവിനെ സഹായിക്കാൻ വേണ്ടി ഗോത്രക്കാരോട് ചോദിച്ചില്ലേ, ഞാൻ സത്യവിശ്വാസികളെ ആരാണ് ഈ അള്ളാഹുവിന്റെ ഈ യാത്രയിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ബോധന യാത്രയിൽ അള്ളാഹുവിന്റെ സഹായികളാകുന്ന ആരാണ്? ഹവാരി ഗോത്രക്കാരൻ പറഞ്ഞു, ഞങ്ങളാണ് അള്ളാഹുവിന്റെ സഹായികൾ. നിങ്ങൾ അൻസാർ അള്ളാഹു പറഞ്ഞു, ഞങ്ങൾ അൻസാറുള്ള, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായി. ഇവിടെ അതേ വാചകം എടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞു, നമ്മളോട് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയസബ്ബിത് അഖ്ദാമകും. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ,
പാർട്ണർഷിപ്പ് അംഗീകരിച്ച് നന്ദി കാണിച്ച് ഇത് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും സഹായിക്കുക. ഇത് സത്യത്തിൽ നിങ്ങളുടെ പാദങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തുന്നതാണ്. എന്നിട്ട് വല്ലതീനൊക്കെ പറയും, ആരെങ്കിലും നിഷേധിച്ചു പോയാൽ അവന് നാശമാണ്, വാങ്ങല്ലാമാനും അവന്റെ ഇങ്ങനെ നേർമാർഗത്തിലാണ് പോകണം വിചാരിക്കുക, അവന് ഞാനിങ്ങനെ തെറ്റിച്ചു കളയും, വഴി തെറ്റിച്ചു കളയും. പ്രത്യക്ഷത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ അവൻ ഒരുപാട് പൈസ സമ്പാദിക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, മറ്റു ചെയ്യുന്നു, അത് ചെയ്യുന്നു. ജീവിതം മുഴുവൻ തെരുവിലെ ആളുകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച മഹാന്മാരുടെയും മഹതികളുടെയും പേര് നെടുങ്കരക്ഷരത്തിൽ ഗിന്നസ് ബുക്കിൽ എഴുതി വെക്കുന്നു. എവിടെ നിന്നാണ് ഈ ജീവിതം കിട്ടിയത്? എവിടെ നിന്നാണ് ഈ മനസ്സെത്തിയത്? ആരാണ്? നീയാണോ അതിന്റെ ഉടമ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ അഫറഅയ്തും മാ തുംനൂൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്ന സുഖത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നാമാണോ അത് പഠിച്ചത്? അല്ല, നിങ്ങളാണോ പഠിച്ചത്? നിങ്ങൾ വലിയ കാര്യങ്ങൾ പറഞ്ഞില്ലേ, സേവനത്തിന്റെ നെടുങ്കൽ ചിത്രങ്ങൾ. ഭയങ്കര മനുഷ്യ പ്രവർത്തനത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുകൾ എവിടെ നിന്നാണ് കിട്ടിയത് ഈ മനുഷ്യൻ? നിങ്ങൾ എവിടെയായിരുന്നു? പണ്ടുണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നത് നാം മാത്രമായിരുന്നു. നാം ഉണ്ടാക്കി, നാം വളർത്തി, നാം വലുതാക്കി, നാം സ്നേഹം നൽകി. കാരുണ്യവാനായ പ്രവാചകനോട് അല്ലാഹു തആല പറയുന്നു, നീ ഒരു കഠിന ഹൃദയനായിരുന്നെങ്കിൽ ആളുകളെ നിന്റെ ചുറ്റുമുണ്ടാകുമായിരുന്നില്ല. അല്ലാഹുവിന്റെ മഹത്തായ കാരുണ്യം പ്രവാചക മുഹമ്മദേ നിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചപ്പോ, അത് നിന്നിൽ നിന്ന് ഒഴുകി വന്നപ്പോ ആളുകൾ നിന്റെ ചുറ്റും ഓടി. ഇത് നിന്റെ തരം, നിന്റെ ഒരു വലിയ മേൽത്തരം കൊണ്ടല്ല, ഒരു വലിപ്പം കൊണ്ടല്ല, വൈയക്തികമായ സബ്ജക്റ്റീവ് അനാലിസിസ് അല്ലാഹുവില്ല, ഒബ്ജക്റ്റീവ് അനാലിസിസ് മാത്രമേ ഉള്ളൂ. വൈയക്തികമായ പ്രശ്നമല്ല. അല്ലാഹു ഒരു നയവും ലക്ഷ്യവും വെച്ചാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ഒരു വലിയ യുദ്ധം ജയിച്ചിട്ട് സഹാബാക്കൾ സന്തോഷത്തോടു കൂടി വരികയാണ്. ഇത് വളരെ സന്തോഷം അതിർഗവിന്ന് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം മുന്നിൽ തിരിച്ചു വരുന്ന പട്ടാളത്തിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, അല്ലാഹു ആ സൈന്യത്തെ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തി എന്ന് പറയുകയുണ്ടായി. വലിയ നിഗളിക്കണ്ട പ്രവാചകനായ എന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്തപ്പോ നിങ്ങളല്ലല്ലോ ചെയ്തത്, യുദ്ധം ചെയ്തത് അല്ലാഹുവാണ്. എറിഞ്ഞപ്പോ നീയല്ല എറിഞ്ഞത്, അല്ലാഹുവാണ് എറിഞ്ഞത്. കൊന്നപ്പോ നീയല്ല കൊന്നത്, അല്ലാഹുവാണ് കൊന്നത്. ശക്തി എല്ലാമെന്നില്ല. സഹായിക്കാൻ അല്ല വിളിച്ചപ്പോ നമ്മളോട് എന്തോ സഹായത്തിന്റെ വലിയ ഖജനാവുണ്ട്, അതിനെ ഔദാര്യമായിട്ട് അല്ലാഹ്ക്കെടുത്ത് കൊടുത്തു കളയാം എന്നൊന്നും ആദ്യം വിചാരിക്കണ്ട. സത്യമല്ല പറഞ്ഞു, ഇല്ലാമെന്നില്ല. സഹായം അല്ലാഹുവിനെ വരുള്ളൂ. ബദറിൽ മലക്കുകളെ ഇറക്കുമെന്ന് പറഞ്ഞപ്പോ മലക്കുകൾ സഹായിക്കില്ല. ഇല്ലാമെന്നില്ല, അല്ലാഹുവിന്റെ അടുത്ത് മാത്രമാണ് സഹായിക്കുക. അപ്പൊ സത്യം എന്നതാണ്, യാഥാർത്ഥ്യം എന്നതാണ്. അല്ലാഹുവാണ് യാഥാർത്ഥ്യം. ശക്തി അവിടെയാണ്, വിഭവം അവിടെയാണ്, ആശ്രയം അവിടെയാണ്, അഭയം അവിടെയാണ്, ചെല്ലാനുള്ളത് അവിടെയാണ്. അവിടെ നിന്നാണ് വന്നത്. എന്ത് സംഭവിച്ചാലും അങ്ങോട്ടേ ചെല്ലാൻ മാർഗമുള്ളൂ. ഈ ഒരു സംഗതി ബോധ്യമാകുമ്പോഴാണ് മനുഷ്യ മനസ്സ് സ്വതന്ത്രമാകുന്നത്. അല്ലെങ്കിൽ അവൻ പുരോഹിതന്റെ അടിമയായിരിക്കും, അല്ലെങ്കിൽ പണ്ഡിതന്റെ അടിമയായിരിക്കും, അല്ലെങ്കിൽ അവൻ നേതാവിന്റെ അടിമയായിരിക്കും, അല്ലെങ്കിൽ അവൻ മുതലാളിയുടെ അടിമയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടിമയായിരിക്കും. മനുഷ്യൻ ആരുടെയും അടിമയാവാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹുവിന്റെ മാത്രം അടിമയാവാൻ. പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ പണം ബാത്തിലായി കൊള്ളയടിച്ച് തിന്നുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാരെ കുറിച്ചും അതുപോലെ തന്നെ പുരോഹിതന്മാരെ കുറിച്ചും പറയുകയുണ്ടായി. അവരെന്ത് ചെയ്യുന്നു? അവരെ അല്ലാഹുവിന്റെ അടിമത്തിൽ നിന്ന് അവരുടെ അടിമത്തിലേക്ക് ഈ പാപങ്ങളായ മനുഷ്യരെ വലിച്ചു കൊണ്ടുപോകുന്നു. അത്ര വൃത്തിഹീനമായ സ്വഭാവം ചെയ്ത ആളുകൾ ഇസ്രായേൽ സമൂഹത്തിലുണ്ടായിരുന്നു. ഈ സമുദായത്തിലും അത് ഉണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ വളരെ ഗൗരവമാണ്. ഓരോരുത്തരും സ്വതന്ത്രരാണ്, ഓരോരുത്തർക്കും ബുദ്ധിയുണ്ട്. മനുഷ്യനെ സ്വതന്ത്രനാക്കാൻ, മനുഷ്യനെ അല്ലാഹുമായി കൂട്ടി ബന്ധിപ്പിക്കാൻ, അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാനാണ് ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും സ്വയം അല്ലാഹുമായി ബന്ധിതമായി നല്ല ആർജവും ഊർജവും ഉണ്ടായി നല്ല തഖ്വയുള്ള മനസ്സുള്ളവരായി ജീവിതം വിജയിക്കണമെന്നാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. ആ വഴി പോവാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah yang terkirang dari Allah dan dari Jalal dan Azim Sultani
سبحانك لا علم لنا ما علمتنا نسألك الحمد لك الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أوصيكم وإياي പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾ പ്രമാണിച്ചു ഉണർത്തുകയാണ് വസിയത്ത്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അല്ലാഹുവിനെ അംഗീകരിക്കുകയും നന്ദി കാണിക്കുകയും സ്വർഗത്തിലേക്ക് ആ വഴി മറ്റുള്ളവർക്ക് കാണിക്കുകയും ഇതൊരു ബാധ്യതയാണ്. നമ്മൾ മാത്രം സ്വന്തമായി പറ്റില്ല, പോകലാന്ന്. ഇപ്പോൾ അല്പസമമായിരിക്കുന്ന ആദ്യം കുടുംബത്തിൽ നടക്കണം, വീട്ടിൽ നിന്നും, പിന്നെ അഹല്, നാട്, എല്ലാ മനുഷ്യ സമൂഹത്തിന് ആകമാനം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ജനങ്ങൾക്ക് പറഞ്ഞു. അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ എന്റെ സന്ദേശം ആളുകൾക്ക് നീ എത്തിച്ചിട്ടില്ല. ചെയ്യുമ്പോൾ ജനങ്ങളിൽ പല ആളുകൾ താല്പര്യമുള്ള ആളുകൾ ഇല്ലാത്ത ഞാൻ പറഞ്ഞ് ശല്യപ്പെടുത്താൻ പ്രവാചകൻ പ്രവർത്തനത്തിനിറങ്ങി ആളുകൾ ഭയങ്കര ശല്യ അവസരം കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ കൂട്ടാതെ നടത്തി ആദ്യം പ്രലോഭിച്ചു വെച്ച് വീടില്ല, വാഗ്ദാനങ്ങൾ നൽകിയവർക്ക് രക്ഷയില്ല, ഭീഷണിപ്പെടുത്തിയവർക്ക് രക്ഷയില്ല, കൊന്നല തീരുമാനിച്ചു. അന്നാണ് ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കുന്നത്, മുഹമ്മദ് അലിയെ നിന്റെ ബെഡിൽ കടത്തി സുഹൃത്തുമായി പോയിക്കൊള്ളും. മക്കയിൽ പോകാനുള്ള മദീനയിൽ പോകാനുള്ള അങ്ങോട്ടാണ്. മക്ക എവിടെയാണെങ്കിൽ മദീന അങ്ങോട്ട്. അപ്പൊ റസൂൽ ഇങ്ങോട്ട് പോയി. രാത്രി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നിട്ട് ആ സൗഹൃദമായി ആളുകൾ രാവിലെ ആയപ്പോ അങ്ങനെ വാങ്ങി പോകണം. ആളുകൾ മുഹമ്മദ് പോയത് നമുക്ക് ഒരു നാണക്കേടാണ്. അവർ ഗുഹയ്ക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല ഒരു ജലന്തി പറഞ്ഞു. ജലന്തി 4 കാട്ടം, ഒരു വരട്ടി, ഒരു മാടപ്രാവനോടെ മുട്ടത് ഭൂസരി പറയാ. ആ ഗുഹ കണ്ടിട്ട് അന്വേഷിച്ചു പോയ ആളുകൾ നോക്കണോ, ഒരാൾ പറഞ്ഞാൽ ഗുഹയിൽ കയറാൻ പോകാൻ. അപ്പോ മറ്റു പറയട്ട നോക്കവിടെ ചിലന്തി വരാം. മുഹമ്മദിന്റെ ആയുസിന് പല കുഴപ്പമുണ്ടായില്ല. ഇന്നലെ കെട്ടിയ വരയാണ്. മുഹമ്മദിന്റെ ആയുസിനേക്കാൾ പഴക്കമുണ്ട് ആ വരയ്ക്ക്. മനുഷ്യനുള്ളിടത്ത് മാടപ്രാവ് മുട്ടയിടാറില്ല, അതുകൊണ്ട് മുഹമ്മദ് അവിടെ ഇല്ല. അപ്പൊ അതിനകത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവരെ കാലിന് കാണുന്നുണ്ട്. അപ്പോ വേഗാറായിട്ട് അടിമുടി പറയ്ക്കുക, അവരെ ഞാനൊന്ന് പൊരിഞ്ഞു പോയിട്ടാൽ എന്താവും റസൂലേ നമ്മളെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ശാന്തനായിട്ട് പറഞ്ഞിരുന്നു. മൂന്നാമതായി അല്ലാഹു കൂടെയുള്ള 2 ആളുകളെ കുറിച്ച് എന്താണ് അബൂബക്കറെ താങ്കളുടെ അഭിപ്രായം? അല്ലാഹു കൂടെ ഉണ്ട്. അന്ന് വളരെ ശ്രദ്ധമായ ഖുർആനിലിരിക്കുന്നു. യദ്ഹുമാ ഫിൽ ഖാരിയ യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ വഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ വജഅല കലിമത്തുൽ ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉലിയാ അല്ലാഹു അസീസുൻ ഹകീം. സത്യസന്ധയോട് പറയാം, നിങ്ങളെ അദ്ദേഹത്തെ സഹായിക്കണം, നിങ്ങൾ വിജയത്തിൽ നന്നാണ്. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ഓർത്തോളണം. പിന്നീട് പറയാം. അവർ 2 പേരും ആ നാളിൽ ഗുഹയിലായിരുന്നപ്പോൾ സുഹൃത്ത് ബേജാറായി പറഞ്ഞപ്പോ അവനോട് അദ്ദേഹം പറഞ്ഞു, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹുമായ അല്ലാഹു നമ്മളെ കൂടെ ഉണ്ടോ, ദുഃഖിക്കണ്ട. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു ശാന്തി ഇറക്കി. എന്നിട്ട് വഅയ്യദഹു അവനെ ശക്തിപ്പെടുത്തി ജിനൂദിൻ ലം തറൗഹ, കാണാത്ത സൈന്യത്തെ കൊണ്ട്. എന്നിട്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളുടെ ചിന്താവും പ്രശ്നവും അവരുടെ ആ വാക്യവും അതെല്ലാം താഴ്ത്തി പറഞ്ഞു. കലിമത്തുല്ലാഹി എന്നല്ല, അല്ലാഹു പറഞ്ഞതാണ് ഉത്തമം എന്ന് സ്ഥാപിച്ചു. ഇത് നിങ്ങൾ കണ്ടതാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്. അവിടെ നിന്ന് ഇറങ്ങി 3 ദിവസം ഗുഹയിൽ കഴിഞ്ഞു.
പുറത്തിറങ്ങുമ്പോൾ കിനാന ഗോത്രക്കാരൻ സുറാഖത്തിന് മാലിക്ക് വരുന്നുണ്ട്. 100 ഒട്ടകം ഒരാൾക്ക് കിനാൻ കിട്ടും. റസൂലിനെ പിടിച്ചു കൊടുത്താൽ അമ്പുബില്ലും എടുത്ത് റിട്ടേൺ വരുമ്പോൾ കുതിര കാല് മുട്ടു വീണ്ടും ശ്രമിച്ചു നോക്കി. അപ്പോൾ കാല് തോന്നുമായി. അപ്പോൾ റസൂലിനോട് പറഞ്ഞു, കാരുണ്യവാനായ രക്ഷിതാവ് അവർ പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പൊ റസൂൽ പ്രാർത്ഥിച്ചു, അവനെ രക്ഷപ്പെടുത്തണേ. രക്ഷപ്പെട്ടപ്പോൾ വീണ്ടും ട്രൈ ചെയ്തു. 100 ഒട്ടകത്തിന്റെ കാര്യമാണല്ലോ. അപ്പോ കുറെ കൂടെ അത് താഴ്ന്നുപോയി. അങ്ങനെ 3 പ്രാവശ്യം കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഞാൻ എന്തായിരുന്നാലും മനസ്സിലായി മുഹമ്മദ് നീ സാധാരണ മനുഷ്യരല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സന്ദേശിച്ചു. നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ നിന്നെ ആക്രമിക്കൂല. ആരെല്ലാം ആക്രമിക്കാമെന്നോ അവരെല്ലാം ഞാൻ തടയുന്നതാണ്. ശരി, അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സാഹസികമായ ആ സുറാഖത്ത് ബിൻ മാലിക് രക്ഷപ്പെടുകയാണ്. തിരിഞ്ഞു പോകുമ്പോൾ നബി ചോദിച്ചു, അല്ല സുറാഖ്, കിസ്റയുടെ വളകൾ നിന്റെ കയ്യിൽ അണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒബാമയുടെ പേരെടുത്ത് വരാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ചുകൂടി എളുപ്പമാണ്. അന്ന് അത്രയല്ല, ലോകത്തിൽ ഏറ്റവും വലിയ ചക്രവർത്തി രണ്ടുപേരും. അദ്ദേഹത്തിന്റെ സിംഹാസനം വളയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടല്ല, ആ അധികാരം എടുത്ത് ഇയാളെ കൈ കൊടുക്കാമെന്ന് റസൂൽ പറയാൻ. ഇയാൾ അന്തപ്പെട്ട് നോക്കുക. ആദർശം പ്രസംഗിക്കുന്നത് സ്വന്തം നാട്ടിൽ നിക്കക്കള്ളിയില്ലാതെ രാത്രിരാപ്പാനം ഒളിച്ചോടുന്ന ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടുന്ന ഒരു മനുഷ്യൻ നാളെ ജയിച്ചു വരുമ്പോ കിസ്റയുടെ വളരെടുത്തതാണ്. ഹുർമുസിന്റെ മകൻ കിസ്റയുടെ കാര്യമാണോ മുഹമ്മദ് താങ്കൾ പറയുന്നത്? അതേ. അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചുകൊണ്ടെന്ന് മദീനയിൽ പോയി. വർഷം 10 കഴിഞ്ഞു. റസൂൽ വഫാത്തായി, അബൂബക്കർ വഫാത്തായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കിസ്റയുടെ കോട്ടകൾ പുസ്തകങ്ങൾ അടിച്ചു തകർത്ത് മുസ്ലാമിക സൈന്യം കിരീടവും വളയും എല്ലാം എടുത്തു വന്നു. യുദ്ധമുദ്രകളിൽ ഒരു വടികൊണ്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട് കിസ്റയുടെ വളകളും. അപ്പൊ ഓർമ്മ വന്ന റസൂൽ ഉമർ പണ്ട് റസൂൽ പറഞ്ഞു, സുറാഖത്ത് ഇസ്ലാം സ്വീകരിച്ച മദീനയിൽ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. സുറാഖത്ത് ഏതോ ഒന്നാളിൽ തന്നെയുള്ളത്. അങ്ങനെ സുറാഖത്തിനെ വിളിച്ചുകൊണ്ടുവന്ന ആളുകളെല്ലാം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലെടുത്ത് ചെങ്കോല് കിരീടെടുത്ത് വെച്ച് വളയടിച്ചു നോക്കും. അത് മദീനയിലൂടെ നടന്നപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് സഹാബാക്കൾ വിളിച്ചു നടന്നു എന്ന് ചരിത്രം പറയുന്നു. ഇത് ഏത് ദുർഘട സാഹചര്യത്തിലും സ്വന്തം ആദർശത്തിൽ ഉറച്ച വിശ്വാസമുള്ളവന് അത് വിജയിക്കും എന്ന് ഏത് സാഹചര്യത്തിൽ പറയാൻ കഴിയും എന്നതിന്റെ മഹത്തായ സന്ദേശം നിങ്ങളുടെ മുന്നിലൂടെ നടന്നുപോയ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കാണിക്കുന്നത്. ഏത് സാഹചര്യം ഒരാളെ ഉള്ളെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ള ചങ്കൂറ്റവും തന്റേടവും കാണിച്ച ആർജവത്തോടെ ഒരു സത്യവിശ്വാസം നിൽക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. സമുദായത്തിൽ ഒരുപാട് കോടികളുണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല. പക്ഷേ ഈമാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്കൂളിൽ നിന്ന് പഠിച്ച ആ സത്യവിശ്വാസികളുടെ ഈമാനുണ്ടല്ലോ, ആ ഈമാന്റെ നിലവാരത്തിലേക്ക് ഉയർന്നു വരണമെന്നുള്ളതാണ്. അതിന് അല്ലാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം വലിപ്പം കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് പഠിച്ചാലും അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചില്ല. അല്ലാഹു അത്ര വലുതാണ്. അല്ലാഹു ശാന്തിയാണ്, അല്ലാഹു സമാധാനമാണ്, അല്ലാഹു ആശ്വാസമാണ്, അല്ലാഹു ആഭയമാണ്, അല്ലാഹു എല്ലാത്തിനും പരിഹാരമാണ്. മഹത്തായ ആ ശാന്തിയിൽ നിന്നും സമാധാനത്തിൽ നിന്നുമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇലൈഹി റാജിഊൻ, അങ്ങോട്ടേക്കാണ് മടങ്ങുന്നത്. മഹോന്നതമായ സൗഭാഗ്യത്തിലേക്കാണ് മടങ്ങുന്നത്. ആരെല്ലാം നമ്മളെ എത്ര മോശമായി കരുതിയാലും അനന്തമായ സൗഭാഗ്യത്തിലേക്ക് അടിവെച്ച് പോകുന്നവനാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സന്ദേശവാദി. അവന്റെ ഹൃദയം തുടിക്കുന്നത് അവന് വേണ്ടിയാണ്, അവന്റെ ശ്വാസോച്ഛ്വാസം കഴിക്കുന്നത് അതിനു വേണ്ടിയാണ്, അവൻ ആഹാരം കഴിക്കുന്നത് അവന് വേണ്ടിയാണ്, അവൻ കുടുംബം പോറ്റുന്നത് അവന് വേണ്ടിയാണ്. സ്വർഗമല്ലാതെ മറ്റൊരു ലക്ഷ്യം അവനില്ല. അങ്ങനെയുള്ള മനസ്സിലേക്ക് അല്ലാഹു ഈമാൻ കടത്തിവിടും. എന്നിട്ട് അട്ടിപ്പത്തറാകുന്നവർക്കും ദുനിയാവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആകാശ ലോകത്തുള്ള ഈ സന്ദേശത്തിന് മാത്രമേ കഴിയൂന്ന് അല്ലാഹു ആണയിട്ട് പറയുന്നു. വിശുദ്ധി അവൻ പറയുന്നു. ഇഷ്ടമുള്ളവരെ വിശ്വസിക്കാം, ഇഷ്ടമുള്ളവരെ നിഷേധിക്കാം. വിശ്വസിച്ചവന് അതിന്റെ ഹലാവത്തിൽ ഈമാന്റെ മാധുര്യം അനുഭവിക്കാം. നിഷേധിച്ചവന് അതിന്റെ എല്ലാ വേദാതകളോടുകൂടി ജീവിതം തന്നെ സത്യസത്യവല്ലാതെ ഇവിടെയുള്ള നശിവും കിട്ടാനുള്ളത് ഇല്ലായിരുന്നു. അങ്ങനെ നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ സ്മരണം നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. അടിക്കടി സ്മരണം നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. റമദാനിൽ ശേഖരിച്ച ഊർജം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അത് പോകാതെ സൂക്ഷിക്കാൻ, കൂടുതൽ ജാഗ്രതക്കായി അമൽ ചെയ്യാൻ, പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന് സാക്ഷിയാവുന്നുണ്ടോ എന്ന് ഓരോ സന്ദർഭത്തിലും നമ്മൾ ഇങ്ങനെ ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആത്മപരിശോധന നടത്തുന്ന ഉത്തമ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد كما صليت على
إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبي بكر وعمر وعثمان وعلي وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ സമുദായത്തിനുള്ള എല്ലാവരും പാവങ്ങളും സഹോദരങ്ങളും